ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക തീയലാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ 250 ഗ്രാം കോവയ്ക്ക റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോവയ്ക്ക ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. നമ്മുടെ തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അല്പം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഒരു 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പേസ്റ്റ് അടിച്ചെടുക്കാം. നമ്മുടെ കോവയ്ക്ക ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക തീയൽ തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 250 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 8 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ തീയൽ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ കോവയ്ക്ക തീയലിനുള്ള ഗ്രേവി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർക്കാം.
അങ്ങനെ നമ്മുടെ കോവയ്ക്ക തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു അടിപൊളി ഐറ്റമാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.